നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കവ്വായിലാണ്. അപ്പോൾ കവ്വായിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ പേരെന്തായിരുന്നു? രതിൻ. അപ്പോൾ ഇത് നടത്തുന്ന ആരാണ്? നമ്മൾ ഇവിടെ തന്നെയുള്ള ഒരു കുറച്ച് ടീം ചേർന്നിട്ട് നടത്തുന്ന ഒരു ബോട്ടിംഗ് സർവീസ് ആയത്. സ്പീഡ് ബോട്ടും കായാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു. ഇവിടെ എന്തെല്ലാം കാണാനുള്ളത്? മെയിനായിട്ട് ഇവിടെ ഉള്ളത് ഒരു കണ്ടൽക്കാടാണ്. അതായത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നടക്കാൻ പറ്റിയ ഒരു ഏരിയ. ആ ഒരു ഭാഗത്തേക്ക് ഇതിന്റെ ഭാഗത്തായിട്ട് ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് അത് വരുന്നത്. ഒരു മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി നടക്കാനുള്ള ഒരു ഏരിയ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ എന്തെല്ലാം ടൈപ്പ് സർവീസാണ് ഉള്ളത്? നമുക്ക് ടൂറിസം, മെയിനായിട്ട് ടൂറിസം അല്ലേ? മെയിനായിട്ട് ടൂറിസത്തില്ല തന്നെ. അതായത് രണ്ട് ടൈപ്പാണ്. ഒന്ന് സ്പീഡ് ബോട്ട് ഉണ്ട്, രണ്ടാമത് കയാക്കിങ്. വെള്ളത്തിന്റെ വേരിയേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് അധികം ആഴമില്ലാത്തതുകൊണ്ട് കയാക്കിങ് വലിയ ആഴം ഇല്ല, ആഴം കുറവ്. ഇതൊക്കെ നമുക്ക് ഒരാളെ ആഴം ഉണ്ടല്ലോ. വേരിയേറ്റം വരുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വരുന്നല്ലാതെ വേറെ പേടിക്കാനോ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ അല്ല. അപ്പോൾ ഇതിന്റെ ഈ ബോട്ടിന്റെ ചാർജും കാര്യങ്ങളും, അതായത് കണ്ടൽക്കാടിലേക്ക് നമുക്ക് പോകണമെങ്കിൽ 800 റുപ്പീസാണ് ഇതിന്റെ ചാർജ്. ഒരു ബോട്ടിന് കണ്ടൽക്കാടിലേക്ക് 7 ആക്കാണ് ഒരു ബോട്ടിൽ പറ്റുന്നത്. തിരിച്ച് വരാൻ വേണ്ടിയിട്ട് 800. അതായത് നമ്മളവിടെ കൊണ്ടിറക്കി വിടും വെള്ളത്തിൽ. നിങ്ങളൊക്കെ കളിച്ച് ഇതൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് വരുന്ന സമയത്ത് സമയമൊന്നുമില്ല. ഇല്ല, നമുക്ക് ബോട്ടിങ്ങിനാണെങ്കിൽ നമുക്ക് രാവിലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആ വെള്ളത്തിൽ എത്ര ടൈം നിങ്ങൾക്ക് കളിക്കാം. ആഴം കുറവായതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കാനില്ല ബോട്ടിങ്ങിന്. പിന്നെയുള്ളത് തൊട്ടിപ്പുറം ബീച്ച് ഉണ്ട്, കടപ്പുറം. അത് രണ്ടും കൂടെ പോകുന്നുണ്ടെങ്കിൽ 1200 വരും. അതിന് എക്സ്ട്രാ ചാർജ്. അത് സെയിം ടൈമാണ്. അതും ഇതാണ്. നമുക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ കയാക്കിങ് 1 hour ആണ് ടൈമിങ് നമുക്ക്. അതായത് ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കറങ്ങിയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാനുള്ള ടൈം. ഇല്ല, നമ്മൾ ഇവിടുന്ന് എല്ലാം പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ആക്കിയിട്ട് വിടുള്ളൂ. അതിന്റെ ജാക്കറ്റും കാര്യങ്ങളും എല്ലാം ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് അവരെ പറഞ്ഞു വിടും. അതിന് 300 രൂപ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. 2 പേരുണ്ടെങ്കിൽ 600 വരും. അങ്ങനെ ഡബിളും ഉണ്ട്, സിംഗിളും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു ടൂറിസം സാധ്യതയുണ്ട്. അപ്പം ആർക്കെങ്കിലും ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പറുകൾ കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ടൊക്കെ വരണമെങ്കിൽ കാരണം വിളിച്ചിട്ട് വരുന്നതായിരിക്കും കുറച്ചും മറ്റൊരു വലിയൊരു ബോട്ട് കണ്ടല്ലോ, അത് ഹൗസ് ബോട്ട്. അത് ബുക്ക് ചെയ്തിട്ട് അത് നമ്മുടെ അറിയുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ബുക്ക് ചെയ്താൽ അത് മുമ്പേ ബുക്ക് ചെയ്യണം. കാരണം പെട്ടെന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അത് വെയിലേറ്റത്തിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് വെള്ളം ഉണ്ട്. നമ്മൾ വിളിച്ചിട്ട് വന്നാലാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം വെള്ളം ഇറങ്ങി പോകും മൊത്തം. അപ്പോൾ നമുക്ക് കണ്ടലേക്ക് ബോട്ട് പോകാനാവില്ല. കയാക്കിങ് മാത്രമേ പോകുള്ളൂ. അങ്ങനെയൊക്കെ ടൈമിംഗ് വരും. അത് രാവിലെ വൈകുന്നേരം പറയാൻ പറ്റില്ല. ടൈമിംഗ് ഇങ്ങനെ മാറി മാറി വരുന്നത് വെള്ളത്തിന്റെ വേരിയേഷൻ. അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വരട്ടെ. അപ്പം ബാക്കി ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം.